പെരിന്തൽമണ്ണ നഗരത്തിലെത്തുന്നവർക്ക് അവരുടെ അത്യാവശ്യ കാര്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി സ്ഥാപിച്ചതാണ്. കഴിഞ്ഞതിന് മുമ്പത്തെ ഭരണസമിതിയുടെ കാലത്താണ് ഈ ടോയ്ലറ്റ് ഒക്കെ സ്ഥാപിച്ചത്. ഇതുപോലെ പല സ്ഥലത്തും സ്ഥാപിച്ചായിരുന്നു. ഈ സ്ഥാപിച്ച ടോയ്ലൊക്കെ കൊണ്ടുവന്ന് വെച്ചു എന്നല്ലാതെ പിന്നീട് ഉപയോഗിക്കാൻ പറ്റിയില്ലെന്നാണ് നാട്ടുകാരെന്ന് അറിയുന്നത്. ഇപ്പോ ഈ ആശുപത്രി നഗരം, ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്ന, ആയിരക്കണക്കിന് ആളുകൾ എത്തുന്ന ഈ നഗരത്തിലെ സ്ത്രീകളാണ്. പുരുഷന്മാർക്ക് വേറെ എങ്ങനെയെങ്കിലുമൊക്കെ പോകാം, സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത്. ഇവിടെ ഒന്ന് മൂത്രമൊഴിക്കാനോ മറ്റു കാര്യങ്ങൾക്കൊക്കെ വന്നാൽ സ്ഥലം അന്വേഷിച്ചെടുക്കും. ഇത് മുനിസിപ്പൽ ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. ഇവിടെ വരുന്ന പല സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് സ്ഥലം അന്വേഷിച്ചെടുക്കും. ഇതിനകത്ത് തന്നെ പണ്ട് സ്ഥാപിച്ചിരുന്ന ടോയ്ലറ്റുകളൊക്കെ ഉണ്ടാക്കുക നശിച്ചിട്ട് ആ ഭാഗത്തേക്ക് കൂടി പോയാൽ മൂക്ക് പൊത്തേണ്ടി വരും. ഈ മൂക്ക് പൊത്തേണ്ടി വരുന്ന ഇവിടെയുള്ള വ്യാപാരികളൊക്കെ എന്ത് ചെയ്യാനാണ്? വാടക കൊടുക്കണം, അവര് കച്ചവടം നടത്തുന്നത്, മറ്റു കാര്യങ്ങൾ നടത്തുന്നത്. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ എന്നെങ്കിലും ഒരിക്കൽ ശരിയാവുമോ? ഈ പെരിന്തൽമണ്ണ അനുദിനം വളരുന്നു എന്ന് പറയുന്നു, ആശുപത്രികളുടെ നഗരം എന്ന് പറയുന്നു. ഇവിടെ എന്തെങ്കിലും ഒരിക്കൽ ഈ പ്രാഥമിക ആവശ്യം ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ്. അത് നിറവേറ്റാനുള്ള ടോയ്ലറ്റ് ആയാലും അല്ലാത്ത ടോയ്ലറ്റ് ആയാലും ഇതെല്ലാം ഒന്ന് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന തരത്തിൽ ഇതെല്ലാം ഒന്ന് റിപ്പയർ ചെയ്തിട്ടായാലും തകരാറ് പരിഹരിച്ചിട്ടായാലും ഒന്ന് സ്ഥാപിക്കുമോ? അതൊക്കെ ഒന്ന് ശരിയാക്കി കിട്ടുമോ എന്ന് പല ആളുകളും ചോദിക്കുകയുണ്ടായി. അപ്പൊ ഈ ചോദിച്ചതിനൊക്കെ ഉത്തരം പറയേണ്ടത് നഗരം ഭരിക്കുന്നവരാണല്ലോ, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരാണല്ലോ. നമുക്ക് ആദ്യം പെരിന്തൽമണ്ണ നഗരസഭ ഇപ്പോൾ 30 വർഷത്തിന് ശേഷം UDF ആണ് ഭരിക്കുന്നത്. കുറെ കാലമൊന്നും ആയിട്ടില്ല, എന്നാലും അവരും ശ്രദ്ധിക്കണമല്ലോ. പെരിന്തൽമണ്ണ നഗരസഭയുടെ ചെയർപേഴ്സൺ പച്ചേരി സുരയ്യ ഫാറൂഖിനോട് നമുക്ക് ആദ്യം ചോദിക്കാം. അതിനുശേഷം നഗരസഭയുടെ സെക്രട്ടറിയോട് ചോദിക്കാം, ഇവരൊക്കെ എന്ത് പറയുന്നു, ഇതൊക്കെ ശരിയാക്കുമെന്ന് അവരോട് തന്നെ ചോദിച്ചറിയണമല്ലോ. നഗരത്തിലെ ജനങ്ങളുടെ ചോദ്യമാണ് അവരോട് ചോദിക്കാൻ പോകുന്നത്. ഏതായാലും അവരോട് ഈ കാര്യങ്ങളൊക്കെ, ഇതൊക്കെ പ്രേക്ഷകർക്ക് തന്നെ കാണാം, ഇതൊക്കെ കൊണ്ടുവന്ന് സ്ഥാപിച്ചിട്ട് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല, അത് അങ്ങനെ തന്നെ ഉണ്ട്, ഒരു തുള്ളി വെള്ളം പോലും വീണിട്ടില്ല, എന്താ കാരണം എന്നൊക്കെ അവരോട് തന്നെ നമുക്കൊന്ന് ചോദിച്ചറിയാം. നഗരസഭ സെക്രട്ടറിയോട് കൂടി ചോദിക്കാം ഈ ടോയ്ലറ്റുകൾ. കാരണം നഗരത്തിലെത്തുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ബുദ്ധിമുട്ടുന്നത് പല പ്രാവശ്യം നമ്മൾ കണ്ടതാണ്. സെക്രട്ടറി, ഈ ടോയ്ലറ്റുകൾ, അതായത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള നമ്മുടെ നഗരഹൃദയത്തിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ചുറ്റും വന്നു കഴിഞ്ഞാൽ പണ്ടുണ്ടായിരുന്ന ടോയ്ലറ്റുകളും ഉപയോഗിക്കാൻ പറ്റില്ല, ഈ ടോയ്ലറ്റിനും ഉപയോഗിക്കാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു മാർഗം എത്രയും പെട്ടെന്ന് കാണേണ്ട വിഷയമല്ലേ അത്? ഇപ്പം നമ്മളിപ്പോൾ അത്യാവശ്യമായിട്ട് ഈ ടോയ്ലറ്റ് തന്നെ ഇപ്പോൾ ഒരു 4 എണ്ണം നമുക്കിപ്പം ആയുർവേദ ആശുപത്രിയിൽ 2 എണ്ണവും 2 ബൈപ്പാസിൽ 2 എണ്ണം വെക്കാനുള്ള പ്രോജക്റ്റ് നമ്മൾ വെച്ചിട്ടുണ്ട്. അത് ബേസ് റെഡിയായി കഴിഞ്ഞു, അതായത് ടെൻഡറൊക്കെ ആയിക്കഴിഞ്ഞാൽ ഉടനെ ബേസ് ഇങ്ങോട്ട് വന്നാൽ നമുക്ക് സാധനം ഉണ്ട്. നമുക്കിപ്പം മൃഗാശുപത്രിയിൽ ഈ സാധനം ഇരിപ്പുണ്ട്, അത് എടുത്ത് കൊണ്ടുവെക്കുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഈ അടഞ്ഞു കിടക്കുന്ന എല്ലാം പണി ചെയ്ത് ഓപ്പൺ ചെയ്യാനുള്ള പരിപാടിയാണ്. അതുപോലെ ഹൈടെക് ഷോപ്പിംഗ് കോംപ്ലക്സിലും കാര്യം വെച്ചാൽ നമുക്കവിടെ ബാത്റൂം ഉള്ളതാണ്, പക്ഷേ നാട്ടുകാർ അതിനകത്ത് കുപ്പിയും കാര്യങ്ങളൊക്കെ ഇട്ട് കുത്തി നിറച്ച് അടച്ചിട്ടേക്കുവാണ്. ആ ഒരു വലിയ പ്രശ്നമുണ്ട്. നമ്മളൊരു കാര്യം ചെയ്തിട്ടാലും അത് നശിപ്പിക്കുകയാണ് കൂടുതലും ചെയ്യപ്പെടുന്നത്. ഇപ്പം ഈ മുനിസിപ്പാലിറ്റി തന്നെ ഒരു ബാത്റൂം താഴെ ഉള്ളതാണ്, അത് എല്ലാം റെഡിയാക്കി ഇട്ടിരുന്ന സാധനമാണ്. അത് മൊത്തം നശിപ്പിക്കുകയും ഈ ബിവറേജിൽ നിന്നൊക്കെ ആൾക്കാർ വന്ന് അവിടെ വെള്ളം എടുത്തും അവിടെ ഇട്ട് വെള്ളം കുടിക്കുകയൊക്കെ ചെയ്ത് നശിപ്പിച്ച് ഇപ്പം അത് വീണ്ടും നമ്മൾ റെഡിയാക്കി അത് ഓപ്പൺ ചെയ്തിട്ടേക്കുവാണ്. അതിന്റെ ചാവി നമ്മുടെ ഇവിടെ ഉണ്ട്, അത് നമുക്ക് ഇപ്പൊ എല്ലാവർക്കും. നമ്മുടെ ഹൈടെക് ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടല്ലോ, നമ്മുടെ നഗര ഹൃദയത്തിലുള്ളത്, അവിടെ ഈ ടോയ്ലറ്റുകൾ നിരന്തരിപ്പുണ്ട്. അവർ പറയുന്നത് സ്ഥാപിച്ചിട്ട് ഇതുവരെ പ്രവർത്തിച്ചിട്ടില്ല എന്നാണ്. അപ്പൊ ഇനിയെങ്കിലും അത് പ്രവർത്തിപ്പിക്കാനോ അല്ലെങ്കിൽ പുതിയത് സ്ഥാപിക്കാനോ. ഹൈടെക് ഷോപ്പിംഗ് കോംപ്ലക്സ് നമ്മുടെ ട്രാഫിക് ജംഗ്ഷനിലുള്ള നഗരസഭയുടെ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടല്ലോ, അവിടെ അതിന്റെ സൈഡിൽ ഈ ടോയ്ലറ്റുകൾ ഇരിപ്പുണ്ട്. അവിടെ കുറേ വർഷങ്ങളായിട്ടിരിക്കുന്നതാണ്. ഇത് ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും, ഉപയോഗിച്ചിട്ടില്ല ഇതുവരെ എന്നാണ് അവിടെയുള്ള എല്ലാവരും പറയുന്നത്, കടക്കാരുൾപ്പെടെയുള്ളവർ പറയുന്നത്. അത് മാറ്റി സ്ഥാപിക്കാനോ അല്ലെങ്കിൽ തകരാറ് പരിഹരിച്ച് ഉപയോഗപ്രദമാക്കാനും പറ്റില്ലേ? അതെന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, അത് നമ്മൾ നോക്കാം. അത് അങ്ങനെ എണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് വൃത്തിയാക്കി എടുക്കേണ്ട തന്നെയാണ്. അത് നമ്മൾ ഉടനെ ചെയ്യുന്നതായിരിക്കും, അങ്ങനെ എണ്ണം ഇരിപ്പുണ്ടെങ്കിൽ അവിടെ. ഇപ്പൊ ചെയർപേഴ്സൺ പറഞ്ഞ പോലെ 1 മാസത്തിനുള്ളിൽ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും. അതിപ്പോ അത്യാവശ്യം പറഞ്ഞല്ലോ, ഇപ്പം ഈ ടെൻഡർ നമ്മൾ റിവിഷനൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് എൻ്റെ ടെൻഡർ പരിപാടിയൊക്കെ ആവും. നമ്മൾ പ്രോജക്റ്റ് എടുത്തിട്ടുള്ളതാണ്. ഇപ്പൊ ആ 4 എണ്ണം വെക്കാനായിട്ട് നമ്മൾ പ്രോജക്റ്റ് പുതിയതായിട്ട് വെക്കാനായിട്ട് 4 എണ്ണം എടുത്തിട്ടുള്ളതാണ്. അത് ഉടനെ ചെയ്യുന്നതും. മറ്റേ ഹൈടെക് ഷോപ്പിംഗ് കോംപ്ലക്സിൽ നമ്മൾ പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട്, അവിടുത്തെ എല്ലാ ബാത്റൂംസ് റെഡിയാക്കാനായിട്ട്. അതുപോലെ ഈ മന്നഴി ബസ് സ്റ്റാൻഡിലെ അവിടുത്തെയും എല്ലാം റെഡിയാക്കാൻ, എല്ലാ ബാത്റൂമും മെയിനായിട്ട് നമ്മളത് ചോയ്സ് കൊടുത്ത് തന്നെ ചെയ്യുകയാണ്, എല്ലാം പ്രോജക്റ്റ് ആക്കിക്കൊണ്ട് ചെയ്യുകയാണ്. നമ്മൾ പറഞ്ഞില്ല, നമ്മൾ ചെയ്തിടുന്നത് ജനങ്ങളെ നശിപ്പിക്കുന്നു. അതാണ് ഈ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞത്. അവരിപ്പോൾ അവിടെ നമുക്ക് ഹൈടെക് ഷോപ്പിംഗ് കോംപ്ലക്സിൽ ഒത്തിരി ബാത്റൂം ഉള്ളതാണോ? നമ്മളിപ്പോൾ അവിടെ ആ ടാങ്കെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും ആവുന്നില്ല. ഇപ്പോൾ 3-4 ബാത്റൂം വീണ്ടും റെഡിയാക്കാനായിട്ട് നമ്മൾ ടെൻഡർ ആക്കിയിട്ടുണ്ട്, അത് ഉടനെ ചെയ്യുന്നതായിരിക്കും.
ഏതായാലും എത്രയും പെട്ടെന്ന് ശരിയാക്കുമെന്ന് നഗരസഭാ സെക്രട്ടറി കൂടി ഉറപ്പ് നൽകുന്നുണ്ട്. ഇപ്പോൾ പെരിന്തൽമണ്ണ നഗരത്തിലെത്തുന്ന യാത്രക്കാർ, നഗരവാസികളൊക്കെ ഒന്ന് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ ബുദ്ധിമുട്ടുന്ന കാര്യം, അതായത് വർഷങ്ങളായി കഴിഞ്ഞതിന് മുമ്പത്തെ ഭരണസമിതിയുടെ കാലത്ത് സ്ഥാപിച്ചതാണ് ഈ ടോയ്ലറ്റുകൾ. അത് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, പ്രവർത്തിച്ചിട്ടുമില്ല. നഗരസഭാ ചെയർപേഴ്സൺ പച്ചേരി സുരയ്യ ഫാറൂഖിനോട് ചോദിക്കാം, ഈ ടോയ്ലറ്റുകൾ എന്ന രീതിയിൽ സ്ഥാപിച്ചതാണ്, ഇതുവരെ ജനങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടില്ല, ഇനി അതെന്തെങ്കിലും അത് മാറ്റുന്നുണ്ടോ, പുതിയ സ്ഥാപിക്കുന്നുണ്ടോ എന്നറിയാൻ ഈ നഗരത്തിലുള്ള ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. എന്താണ് ചെയർപേഴ്സൺ പറയാനുള്ളത്? നമ്മളിപ്പോ ഈ തവണത്തെ പ്രൊജക്റ്റിൽ നമ്മളത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളത് ടാങ്ക് ഉണ്ടാക്കി, പ്രൊജക്റ്റിൽ വെച്ച് ടാങ്ക് ഉണ്ടാക്കി, ഇതിനു ശേഷം നമ്മളത് മാറ്റി സ്ഥാപിക്കുന്നതാണ്. നമ്മൾ നാല് ടോയ്ലറ്റുകളാണ് നമ്മളത് ഉള്ളത്. അത് നമ്മൾ 4ഉം പിന്നെ ഓരോരോ ഭാഗങ്ങളിൽ ആയുർവേദ ഹോസ്പിറ്റല്, അതുപോലെ തന്നെ ബൈപ്പാസ്, അങ്ങനെ ആ ഭാഗങ്ങളിലൊക്കെ നമ്മൾ വെച്ച് കൊടുക്കുന്നു. ഇവിടെ വേറൊരു കാര്യമുണ്ട്. നമ്മുടെ മുനിസിപ്പൽ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ അതിന്റെ ചുറ്റുവട്ടത്ത് 2-3 ഉണ്ട്. അവിടെ വർഷങ്ങളായിട്ടുള്ള ടോയ്ലറ്റ് ഉൾപ്പെടെ പൂട്ടിയിട്ടൊക്കെയാണ്, ആ വഴിക്ക് പോകാൻ പറ്റില്ല. എന്തെങ്കിലും പരിഹാരം ഉണ്ടാകും? അല്ല, അത് നന്നാക്കാൻ വേണ്ടി നമ്മള് പിന്നെ ടെൻഡർ കൊടുത്തിട്ടുണ്ട്. അത് ഉടൻ ശരിയാക്കും. കാരണം അതിൽ നമ്മളെ വഴിയാത്രക്കാർ അത് ഉപയോഗിക്കുന്നത് കാരണം അത് കുപ്പികളും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് അതിന് അടിസ്ഥാനത്തിൽ അത് അടഞ്ഞു കിടക്കുകയാണ്. അതായത് ചെയർപേഴ്സൺ വേറൊരു കാര്യമുണ്ട്. ഒരു ആശുപത്രിയുടെ നഗരമാണ്, ഒരുപാട് ആളുകൾ വരുന്ന ഒരു സ്ഥലമാണ്. അവിടെയൊക്കെ വരുന്നിട്ട് പല ആളുകൾക്കും ഹോട്ടലുകളെ അന്വേഷിച്ച് പോകേണ്ട അവസ്ഥയാണ്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ, പുരുഷന്മാരുടെ കാര്യം വിടുക, അവർ എവിടെയെങ്കിലുമൊക്കെ പോയി എന്തെങ്കിലും സ്ത്രീകളുടെ കാര്യമോ, അവിടെ സ്ത്രീകൾ വന്നിട്ട് എവിടെ ഈ നഗരത്തിൽ എവിടെ എന്നൊക്കെ ചോദിച്ച് അന്വേഷിച്ച് നടക്കുന്നുണ്ടായിരുന്നു. അതിനൊരു പരിഹാരം കാണേണ്ട എന്തായാലും. അത് ഉടൻ അതിന്റെ പണി നടക്കും. ടെൻഡർ കഴിഞ്ഞ് അത് ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും 1 മാസത്തിനകം ഫുൾ അത് ക്ലിയർ ആക്കും. ഏതായാലും 1 മാസത്തിനകം ഇതെല്ലാം ഒന്ന് ശരിയാക്കാൻ സാധിക്കുമെന്ന ഒരു ഉറപ്പ് നഗരസഭാ അധ്യക്ഷ തരുന്നുണ്ട്. കാരണം ജനങ്ങളുടെ പൊതുവായ ഒരു ആവശ്യത്തിന്റെ കാര്യമാണ്. എന്തായാലും എത്രയും പെട്ടെന്ന് അത് നടപ്പാക്കി ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന തരത്തിലാവട്ടെ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ജബാർ വേണാട്ട്, 1 ന്യൂസ്, പെരിന്തൽമണ്ണ. സന്തോഷങ്ങളും വിഷമങ്ങളും ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. പ്രത്യേകിച്ചും വിചാരിക്കാത്ത നേരത്തുള്ള സാമ്പത്തിക ആവശ്യങ്ങൾ. ഇനി നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ. നിങ്ങളുടെ ഏത് സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ.